നമ്മുടെ ഈ പഴം കൊണ്ടുണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഓരോ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അതായത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ഉന്നക്കായ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സാണ് പഴം കൊണ്ട്. വളരെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അത് മാത്രമല്ല, ഗസ്റ്റൊക്കെ വരാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു വെറൈറ്റി ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. പണ്ടേ മുതൽ എല്ലാവരും ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കിയാൽ അധികം പഴുപ്പില്ലാത്ത ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ ഒരു ഇഡ്ഡലി ചെമ്പിൽ ഒരു 5-6 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതാ തീ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഴം ഈ ഒരു സൈഡും കളയാം, ഈ ഒരു സൈഡും കളഞ്ഞിട്ട് ഇതാ നടുമുറിച്ച് നമുക്ക് പുഴുങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിളയിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനിതാ തീ കത്തിച്ച് ഒരു പാനടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പാൻ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് പെട്ടെന്ന് ചൂടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്കിതാ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇതേപോലത്തെ കഷ്ണങ്ങളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കശുവണ്ടി പരിപ്പ് ഇത്തിരി കൂടിയാലൊന്നും കുഴപ്പമില്ല, അത് ഓവറായിട്ട് കൂടും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നല്ലൊരു ബ്രൗൺ കളർ ആവണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉണക്കമുതിരിയും കണ്ടോ ഇതേപോലെ ഒന്ന് വേർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വേർത്ത് വരുന്നതോട് കൂടി അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എള്ളിട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു ഈന്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതൊന്നും കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇതിലേക്ക് നാളികേരം, ഒരു മുറി നാളികേരമാണ് നന്നായി ചെരുകി എടുത്തത് ഇട്ട് കൊടുക്കാം. നാളികേരം നമ്മുടെ ഒരു നാളികേരത്തിലത്തെ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ഒരു നനവ് വറ്റണ വരെ മാത്രം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല ഗോൾഡൻ കളറാവേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. നമുക്കുണ്ടല്ലോ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നോക്കിയാൽ പഴമൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ. പഴം വേവുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക പഴത്തിൻ്റെ മുകളിലുള്ള ഈ തൊലിയൊക്കെ വിണ്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേവ് മതിയിട്ട് നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോൾ ഈ ഒരു വേവ് മതി. നമുക്കിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് ചൂടാറി തന്നെ കിട്ടണം കേട്ടോ. പഴം നമുക്ക് നോക്കിയാൽ ചൂടാറി എടുത്തിട്ടിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പഴത്തിൻ്റെ നടു മുറിച്ചിട്ട് ഇതിനുള്ളിലത്തെ ഈ കുരു പോലത്തെ ഉണ്ടല്ലോ അത് പതുക്കെ നീക്കി കളയാം കേട്ടോ. ഇത് വേണ്ട, അരിയെന്നാണ് പറയുക നമ്മളിതിനെ. ഞങ്ങളിവിടേക്ക് അങ്ങനെ കേട്ടോ പറയാം, പഴത്തിൻ്റെ അരിയെന്ന്. അപ്പോൾ പഴത്തിൻ്റെ ഇതൊക്കെ എല്ലാ പഴത്തിൻ്റെ ഉള്ളിലത്തെയും അരിയൊക്കെയും കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ അമർത്തി ഉടച്ചെടുക്കാം കേട്ടോ നമുക്ക്.
നന്നായിട്ട് തന്നെ നമ്മളിത് ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കൈ കൊണ്ട് ഒന്ന് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ നോക്കി നമ്മൾ ഇതേപോലെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് നെയ്യെടുത്ത് കയ്യുമ്മ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ബോളുകളാക്കി വയ്ക്കുക ആദ്യം. അപ്പോൾ നോക്കി നമ്മളിതാ പഴം ഇതേപോലെ ഒരു ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ വിളയിച്ച് വെച്ച് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, ഇനി അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെറുതായിട്ട് വീണ്ടും ഒന്ന് നെയ്യെടുത്തിട്ട് കൈമയ്ക്ക് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതാ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഒട്ടി പിടിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മാക്സിമം കനം കുറവിൽ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുത്തു, അതല്ലെങ്കിൽ ഒരുവിധം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിളയിച്ച് വെച്ചതിൽ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതിൽ നിന്ന് ഇതിലേക്ക് വെക്കാം. വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് പഴത്തിൻ്റെ ഓരോ അറ്റങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനൊരു ഷേപ്പായിരിക്കും നമ്മുടെ ഈ പഴത്തിൻ്റെ ഈ സ്നാക്സിന്. കണ്ടോ? ഇതേപോലെ നമുക്ക് എല്ലാം ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ 7 എണ്ണമായിട്ടാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഉണ്ടായത്. അതൊക്കെ ഒരു പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ 4 പഴം എടുത്തു, അപ്പോൾ അത് ചിലപ്പോൾ ഒരു എന്താ പറയുക വണ്ണം കുറവുണ്ടാവാം, അല്ലെങ്കിൽ വലിപ്പം കൂടുതലുണ്ടാവാം. അതൊക്കെ പഴത്തിൻ്റെ ഇതേപോലെ ആയിട്ടിരിക്കുക. അപ്പം നമ്മളിതാ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാത്രം എന്താ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ തന്നെ നമുക്കിത് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാതെ നോക്കിയോളൂ കേട്ടോ. പല വട്ടമായിട്ട് അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഓരോ സൈഡും. അപ്പം നോക്കിയേ, നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വാർന്ന് പോവാവുന്ന ഒരു പാത്രം എടുത്തിട്ട്, അരിപ്പ പാത്രം എടുത്ത് നമുക്കതിലേക്ക് ഇതാ മാറ്റി കൊടുക്കാം. ഈ ഒരു കളർ കണ്ട, ചുറ്റും വരുന്ന കണ്ട, ഇതാണ് നമ്മുടെ ഈ സ്നാക്സിൻ്റെ പ്രത്യേകത കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഞാൻ പോയിട്ട് ഷായറിനെ വിളിച്ചിട്ട് വരാം കേട്ടോ.
ഓ ഇത് ചായ കൂടെ വയ്ക്കട്ടെ. നോക്കിയേ. ഓ സൂപ്പർ മുതൽ. ശരിക്കും ഒരു അടിപൊളി 4 മണി പലഹാരമാട്ടെ. ശരിക്കും കഴിച്ചോ നോട്ടത്. അടിപൊളി തന്നെയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാനൊക്കെ മുൻപ് ഇത് കോഴിക്കോട് പോയിപ്പോൾ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ. കോഴിക്കോട്ടുകാരുടെ പലഹാരമാണിത്. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിക്കോളാം. 4 മണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ബന്ധുക്കളെ നാട്ടുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതാട്ടാ. അപ്പോൾ നിർത്തല്ലേ നമുക്ക്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്.